ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദ്. അങ്ങനെ നമ്മുടെ സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ കേട്ടറ്റ് എക്സാം കഴിഞ്ഞു. കുറേ നാളത്തെ കാത്തിരിപ്പായിരുന്നു. ജൂലൈയിൽ നടക്കേണ്ട എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് ആഗസ്റ്റിലോട്ട് മാറ്റുന്നു. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിലായിരുന്നു നമ്മുടെ കേട്ടറ്റ് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 3യുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് 40 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ തിയറീനെ ബേസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ടീച്ചേഴ്സിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു വക ഇത്തവണത്തെ നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇപ്പൊ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഈ രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഓപ്ഷൻ എ റിസീവിംഗ് സെൻസറി ഇൻഫർമേഷൻ ഓൺലി, ബി ഓർഗനൈസിംഗ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് സെൻസറി ഇൻഫർമേഷൻ, സി സ്റ്റോറിംഗ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി, ഡി റെസ്പോണ്ടിങ് ടു സ്റ്റിമുലി ഓട്ടോമാറ്റിക്കലി. ഇതിൽ എന്താണ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓർഗനൈസിംഗ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് സെൻസറി ഇൻഫർമേഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ മെന്റൽ ഷോർട്ട് കട്ട് യൂസ്ഡ് ഇൻ റീസണിംഗ് ഈസ് കോൾഡ്. എ മെന്റൽ ഷോർട്ട് കട്ട് യൂസ്ഡ് ഇൻ റീസണിംഗ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ heuristic, ഓപ്ഷൻ ബി അൽഗോരിതം, ഓപ്ഷൻ സി ഹൈപ്പോത്തിസിസ്, ഓപ്ഷൻ ഡി സ്റ്റിമുലസ്. അപ്പൊ ഇതിൽ എന്താണ് റീസണിങ് നടത്താനായിട്ടുള്ളൊരു മെന്റൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹ്യൂറിസ്റ്റിക്. തേർഡ് ക്വസ്റ്റ്യൻ, ജഗൻ ഈസ് എ 7th standard student. He has high achievement scores in all subjects other than mathematics. He has some particular difficulty in doing addition, subtraction, division and multiplication. So Jagan has chance of having. Jagan ഇവിടെ ഏത് തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഉണ്ടാകാനുള്ള സാധ്യത? ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ഡി ഡിസ്പ്രാക്സിയ. മാത്തമാറ്റിക്സ് റിലേറ്റഡ്. സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡിസ്കാൽക്കുലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് റിഫ്ലെക്ട്സ് ഇൻഫ്ലുവൻസ് ഓഫ്. ചൈൽഡ് സെന്റേർഡ് ലേണിംഗ്. ചൈൽഡ് സെന്റേർഡ് ലേണിംഗിൽ നമുക്ക് കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ റിഫ്ലക്ഷൻ ആണ് കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ഐഡിയലിസം, ഓപ്ഷൻ ബി നാച്ചുറലിസം, ഓപ്ഷൻ സി റിയലിസം, ഓപ്ഷൻ ഡി എസെൻഷ്യലിസം. ഇതിലേതിലാണ് അല്ലെങ്കിൽ ഏതിൻ്റെ റിഫ്ലക്ഷൻ ആണ് ചൈൽഡ് സെന്റേർഡ് ലേണിംഗ്? എന്താണോ കുട്ടികളുടെ കഴിവുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്നൊരു ലേണിംഗ്. സോ അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഓപ്ഷൻ ബി നാച്ചുറലിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫെൻസ് മെക്കാനിസം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫെൻസ് മെക്കാനിസം. തന്നിട്ടുള്ളതിൽ ഏതാണ് ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത്? വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണല്ലോ ഇതെല്ലാം. സീരിയലൈസേഷൻ, ഓപ്ഷൻ ബി സബ്ലിമേഷൻ, ഓപ്ഷൻ സി അഗ്രഷൻ, ഓപ്ഷൻ ഡി റിഗ്രഷൻ. ഇതിലേതാണ് ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, സീരിയലൈസേഷൻ. ഇനി 6th ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഡയമെൻഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ structure of intellect proposed by Guilford. Select the dimensions that includes in the structure of intellect proposed by Guilford. ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മെമ്മറി, ലേണിംഗ്, പെർഫോമൻസ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻസ്, കോണ്ടന്റ്സ്, പ്രൊഡക്ട്സ്, സി verbal, numerical, spatial, option D fluid, crystallized,
ഇമോഷണൽ. ഇതിലേതാണ് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓപ്പറേഷൻസ്, കോണ്ടന്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടീച്ചർ കണ്ടക്ട്സ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ടീച്ചർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്? ഓപ്ഷൻ എ, ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് ഡിഫിക്കൽട്ടി ആൻഡ് ടേക്ക് റെമഡിയൽ മെഷേഴ്സ്. ബി, ടെസ്റ്റ് വെദർ the objectives are attained or not. C, understand the effectiveness of the learning activities provided. D, test the performance of students. ഇതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡന്റിഫൈ ദ ഏരിയാസ് ഓഫ് ഡിഫിക്കൽട്ടി ആൻഡ് ടേക്ക് റെമഡിയൽ മെഷേഴ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഡെവലപ്മെന്റൽ സ്റ്റേജ് വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സെർച്ച് ഫോർ പേഴ്സണൽ ഐഡന്റിറ്റി. ഡെവലപ്മെന്റിന്റെ ഏത് സ്റ്റേജിലാണ് പേഴ്സണൽ ഐഡന്റിറ്റി സെർച്ച് ചെയ്യുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ എ, ഇൻഫാൻസി. ബി, ഏർലി ചൈൽഡ്ഹുഡ്. സി, അഡോളസൻസ്. ഡി, നൺ ഓഫ് ദീസ്. പേഴ്സണൽ ഐഡന്റിറ്റി. ഇതേതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഓപ്ഷൻ എ, ഇൻഫാൻസി. ബി, ഏർലി ചൈൽഡ്ഹുഡ്. സി, അഡോളസൻസ്. ഡി, നൺ ഓഫ് ദീസ്. ഏതാണ്? അഡോളസൻസ് അല്ലേ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നയൻത് ക്വസ്റ്റ്യൻ. ദ റീസെന്റ് KCF പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള KCF, കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, എന്നാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ, 2007. ഓപ്ഷൻ ബി, 2017. ഓപ്ഷൻ സി, 2020. ഓപ്ഷൻ ഡി, 2023. റീസെന്റ് ആയിട്ടുള്ള KCF എന്നാണ് പബ്ലിഷ് ചെയ്തത്? എന്നാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 2023 റീസെന്റ് ആയിട്ടുള്ള KCF പബ്ലിഷ് ചെയ്തത്, 2023. 10th question. The term reality principle is related with. The term reality principle is related with. റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് ആണ്? ഓപ്ഷൻ എ, ബിഹേവിയറിസം. ഓപ്ഷൻ ബി, ഹ്യൂമനിസം. ഓപ്ഷൻ സി, ജസ്റ്റാൾട്ടിസം. ഓപ്ഷൻ ഡി, സൈക്കോ അനാലിസിസ്. റിയാലിറ്റി പ്രിൻസിപ്പിൾ, പ്ലഷർ പ്രിൻസിപ്പിൾ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ ഡി, സൈക്കോ അനാലിസിസ്. നമ്മുടെ സ്ട്രക്ചറുമായിട്ട്, പേഴ്സണാലിറ്റി സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യൻ. സെലക്ട് ദ പേഴ്സൺ ഹു പ്രപ്പോസ്ഡ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ആരാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? വളരെ ഡയറക്റ്റ്, ഒരു K ലെവലിൽ നിൽക്കുന്ന, കാറ്റഗറി 1ന്റെ ലെവലിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ആരാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ, ഗാഗ്നെ. ബി, മാസ്ലോ. സി, സെലിഗ്മാൻ. ഡി, ഫ്രീമാൻ. ആരുടെയാണ് കോൺസെപ്റ്റ്? ഓപ്ഷൻ ബി ആണല്ലേ. എബ്രഹാം മാസ്ലോയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോൺസെപ്റ്റ് ഓഫ് IQ, ഇന്റലിജൻസ് കോഷ്യന്റ്, വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇന്റലിജൻസ് കോഷ്യന്റ് എന്നുള്ളത് ആരാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, വില്യം സ്റ്റേൺ. ബി, ആൽഫ്രഡ് ബിനറ്റ്. സി, ലൂയിസ് ടെർമാൻ. ഓപ്ഷൻ ഡി, ഹവാർഡ് ഗാർഡ്നർ. ഇന്റലിജൻസ് കോഷ്യന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? വില്യം സ്റ്റേൺ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ആർ ഡിസൈൻഡ് ടു അൺകവർ ആൻ ഇൻഡിവിജ്വൽസ് unconscious thoughts, hidden emotions and internal conflicts by presenting ambiguous stimuli? Which of the following tools are designed to uncover an individual's unconscious thoughts, hidden emotions and internal conflicts by presenting ambiguous stimuli? ഇത് ഏത് ടൂളുമായിട്ട് അല്ലെങ്കിൽ ഏത് ടൂളാണ് നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുന്നത്? ആംബിഗ്യൂഷ്യസ് സ്റ്റിമുലി ഉപയോഗിച്ചുകൊണ്ട്
ഒരാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ അൺകവർ ചെയ്യുന്നു. ഓപ്ഷൻ എ ക്വസ്റ്റ്യനെയേഴ്സ്, ഓപ്ഷൻ ബി ചെക്ക് ലിസ്റ്റ്, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, ഓപ്ഷൻ ഡി പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, പ്രൊജക്റ്റീവ് ടെക്നിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. സെലക്ട് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ആക്ഷൻ റിസർച്ച്. തന്നിട്ടുള്ളതിൽ ആരാണ് അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ആക്ഷൻ റിസർച്ചിന്റെ ഒരു അഡ്വാൻറ്റേജ്? ഓപ്ഷൻ എ ഇറ്റ്സ് സർവേ ബേസ്ഡ് ഓൺലി, ബി ഇറ്റ്സ് അപ്ലിക്കബിൾ ടു ലാർജ് സ്കെയിൽ സാമ്പിൾ, ഓപ്ഷൻ സി ഇറ്റ് ഫോക്കസ് ഓൺ സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലംസ്, ഓപ്ഷൻ ഡി ഇറ്റ് റിക്വയേഴ്സ് മോർ ദാൻ 1 year ഡ്യൂറേഷൻ. എന്താണ് ആക്ഷൻ റിസർച്ചിന് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, ഇറ്റ് ഫോക്കസ് ഓൺ സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലം. ഒരു സ്പെസിഫിക് പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ? തന്നിട്ടുള്ളതിൽ ഒരു ടീച്ചർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഏതാണ്? എ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്ലാസ്, ബി ടു ബി പങ്ക്ച്വൽ ഇൻ ക്ലാസ്, സി ടു റിമൂവ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്, ഡി ടു ബി എ ഗുഡ് ഒറേറ്റർ. ഇതിൽ എന്താണ് ഒരു ടീച്ചർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ടു റിമൂവ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. അക്കോർഡിംഗ് ടു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്, നിയർബൈ ഒബ്ജെക്ട്സ് ആർ ടെൻഡ് ടു ബി perceived as together is called as. According to Gestalt psychologist, nearby objects are tend to be perceived as together is called as. ഇത് ഏത് ലോയുമായിട്ട്, ജസ്റ്റാൾട്ട് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? എ ലോ ഓഫ് പ്രോക്സിമിറ്റി, ബി ലോ ഓഫ് സിമിലാരിറ്റി, സി ലോ ഓഫ് ക്ലോഷർ, ഡി ലോ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്തടുത്തിരിക്കുന്ന കാര്യങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ അല്ലേ, ലോ ഓഫ് പ്രോക്സിമിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17. ലോജിക്കൽ റീസണിങ് പ്രൈമർലി ഡിപ്പെൻഡ്സ് ഓൺ. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്? ഓപ്ഷൻ എ ഇമോഷൻസ്, ബി സൂപ്പർസ്റ്റിഷ്യൻസ്, സി ഗസ് വർക്ക്, ഡി എവിഡൻസ് ആൻഡ് റൂൾസ്. ലോജിക്കൽ റീസൺ ദാറ്റ് ഈസ് ലോജിക്കൽ റീസണിങ് നടത്തുന്നത് എന്തിന്റെ ബേസിലാണ്? എവിഡൻസിന്റെയും റൂൾസിന്റെയും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്, എവിഡൻസ് ആൻഡ് റൂൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ടേം ട്രയൽ ആൻഡ് എറർ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. ഏത് കോൺസെപ്റ്റുമായിട്ടാണ് ട്രയൽ ആൻഡ് എറർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ഹ്യൂമനിസം, ഓപ്ഷൻ ബി നാച്ചുറലിസം, ഓപ്ഷൻ സി ബിഹേവിയറിസം, ഓപ്ഷൻ ഡി പ്രാഗ്മാറ്റിസം. ട്രയൽ ആൻഡ് എറർ ഏതുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ സി അല്ലെ, ബിഹേവിയറിസം. ബിഹേവിയറിസമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19. ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് സെൻട്രൽ ടു. ഏത് കോൺസെപ്റ്റിലാണ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ബിഹേവിയറിസം, ബി സൈക്കോ അനാലിസിസ്, സി ഹ്യൂമനിസ്റ്റിക് തിയറി, ഡി ട്രെയ്റ്റ് തിയറി. സെൽഫ് ആക്ച്വലൈസേഷൻ അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഓപ്ഷൻ സി ഹ്യൂമനിസ്റ്റിക് തിയറി. 20ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ തേർഡ് സ്റ്റേജ് ഇൻ പിയാഷെസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി. പിയാഷെസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറിയുടെ 3ാമത്തെ സ്റ്റേജ്. ഓപ്ഷൻ എ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ബി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, സി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഡി നൺ ഓഫ് ദീസ്. ഏതാണ് 3ാമത്തേത്? ആദ്യത്തേത് സെൻസറി മോട്ടോർ സ്റ്റേജ്, രണ്ടാമത്തേത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 3ാമത്തേത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4ാമത്തേതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ക്വസ്റ്റ്യൻ നമ്പർ 21. പ്രൊജക്ട് മെത്തേഡ് ഈസ് സജസ്റ്റഡ് ബൈ. ഏതിന്റെ ബേസിലാണ് പ്രൊജക്ട് മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഐഡിയലിസം, ബി ഹ്യൂമനിസം, സി നാച്ചുറലിസം, ഡി പ്രാഗ്മാറ്റിസം. പ്രൊജക്ട് മെത്തേഡ് ഈസ് സജസ്റ്റഡ് ബൈ. ഏതിന്റെ ബേസിലാണ്? പ്രാഗ്മാറ്റിസം. പ്രവർത്തിച്ചു പഠിക്കുന്നു, ലേണിംഗ് ബൈ ഡൂയിങ്.
ഓപ്ഷൻ ഡി. 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. സെലക്ട് ദ പേഴ്സൺ ഹു പ്രപ്പോസ്ഡ് ദ തിയറി റിലേറ്റഡ് ടു മോറൽ ഡെവലപ്മെന്റ്. മോറൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഓപ്ഷൻ എ ബ്രൂണർ, ബി സ്കിന്നർ, സി കോൾബർഗ്, ഡി വാട്സൺ. ലോറൻസ് കോൾബർഗ് അല്ലെ മോറൽ ഡെവലപ്മെന്റ്. അപ്പൊ 23ാമത്തെ ക്വസ്റ്റ്യൻ 22ാമത്തേൻ്റെത് ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23. സെലക്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചർ ആസ് എ കൗൺസിലർ. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ടീച്ചർ ഒരു കൗൺസിലർ ആയിട്ട് മാറുന്നതിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ പ്രൊവൈഡിങ് ഓൺലി അക്കാദമിക് ഗൈഡൻസ്, ബി improve discipline in students, C offering emotional support and fostering mental health, D showcasing career choices for students. ഇതിലേതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചർ ആസ് എ കൗൺസിലർ? ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക അല്ലേ, ഓഫറിങ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഫോസ്റ്ററിങ് മെന്റൽ ഹെൽത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 24. Select the person who put forwarded trait theory of personality. ആരാണ് പേഴ്സണാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ട്രേറ്റ് തിയറി മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി കാൽജിയും, ഓപ്ഷൻ സി എറിക്സൺ, ഓപ്ഷൻ ഡി ആൽപോർട്ട്. ട്രേറ്റ് സൈക്കോളജിസ്റ്റ് നമ്മൾ ക്ലാസ്സുകളിൽ പലപ്പോഴായി പറഞ്ഞതാണല്ലേ. ട്രേറ്റ് സൈക്കോളജിസ്റ്റ് ആരാണ്? ആൽപോർട്ട്. 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൽപോർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 25. പ്രോസസ് ഇൻവോൾവ്സ് തിങ്കിങ്, ലാംഗ്വേജ്, റീസണിങ് ഈസ് ടേംഡ് ആസ്. തിങ്കിങ്, ലാംഗ്വേജ് അതേപോലെ റീസണിങ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു? ഓപ്ഷൻ എ ബയോളജിക്കൽ പ്രോസസ്, ഓപ്ഷൻ ബി കൊനേറ്റീവ് പ്രോസസ്, ഓപ്ഷൻ സി കോഗ്നിറ്റീവ് പ്രോസസ്, ഓപ്ഷൻ ഡി സൈക്കോമോട്ടോർ പ്രോസസ്. തിങ്ക് ചെയ്യുന്നു, ലാംഗ്വേജ് ഉപയോഗിക്കുന്നു, റീസണിങ് നടത്തുന്നു, അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു? ഓപ്ഷൻ സി കോഗ്നിറ്റീവ് പ്രോസസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രീ എഡ്യൂക്കേഷൻ അണ്ടർ RTE മീൻസ്. റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഫ്രീ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ നോ ട്യൂഷൻ ഫീസ് ഓൺലി, ബി നോ എക്സാമിനേഷൻ ഫീ, സി നോ ഫീസ് ഓർ എക്സ്പെൻസസ് ദാറ്റ് പ്രിവെന്റ് completion of elementary education, ഓപ്ഷൻ ഡി ഫ്രീ ബുക്സ് ഓൺലി. എന്താണ് ഫ്രീ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. നോ ഫീസ് ഓർ എക്സ്പെൻസസ് ദാറ്റ് പ്രിവെന്റ് കംപ്ലീഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ. എലമെന്ററി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഫീസ് വാങ്ങുന്നതിൽ നിന്നും എക്സ്പെൻസിൽ നിന്നൊക്കെ തടയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 27. സെലക്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. CCയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഓപ്ഷൻ എ അസസിംഗ് സ്റ്റുഡൻസ് ഓവറോൾ ഡെവലപ്മെന്റ്, ബി ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് അക്കാദമിക് പെർഫോമൻസ് ഓൺലി, സി ഇറ്റ് ഹെൽപ്സ് ആൻഡ് ഡയറക്ട് സ്റ്റുഡൻസ് ഫോർ സെലക്ടിംഗ് ഹയർ എഡ്യൂക്കേഷൻ കോഴ്സസ്, ഡി ഫോർ ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്. ഇതിലേതാണ് CCയുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. എന്താണ്? assessing students overall development. Question number 28. Who proposed the two-factor theory of intelligence? Two-factor theory ആരുടേതാണ്? ഓപ്ഷൻ എ ചാൾസ് സ്പിയർമാൻ, ബി ലൂയിസ് തേഴ്സ്റ്റൺ, സി ഹൊവാർഡ് ഗാർഡനർ, ഡി JP ഗിൽഫോർഡ്. ടു-ഫാക്ടർ തിയറി ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും അത് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഓപ്ഷൻ എ ചാൾസ് സ്പിയർമാൻ. Question number 29. The process of recalling stored information is known as. സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ള സമയത്ത് റീകോൾ ചെയ്യുന്ന പ്രോസസ് ഏതാണ്? ഓപ്ഷൻ എ റിട്രൈവൽ, ഓപ്ഷൻ ബി എൻകോഡിംഗ്, ഓപ്ഷൻ സി സ്റ്റോറേജ്, ഓപ്ഷൻ ഡി റിഹേഴ്സൽ. ഏതാണ് ഇവിടെ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, റിട്രൈവൽ. സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് റിട്രൈവ് ചെയ്യുന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് സ്റ്റുഡൻസ്? എങ്ങനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആകുന്നത്? ഓപ്ഷൻ എ ബൈ റെഡ്യൂസിങ് കരിക്കുലം സ്റ്റാൻഡേർഡ്സ്, ബി ബൈ
providing equal learning opportunities for all. Option C, by segregating students based on ability. Option D, by limiting teacher-student interaction. ഇതിലേതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? ബി ആണ് വരിക അല്ലെ. ബൈ പ്രൊവൈഡിങ് ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഈക്വൽ ആയിട്ട് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 31. ഡിഡക്റ്റീവ് റീസണിംഗ് ഇൻവോൾവ്സ്. ഡിഡക്റ്റീവ് റീസണിംഗ്. ഓപ്ഷൻ എ, മൂവിംഗ് ഫ്രം സ്പെസിഫിക് കേസസ് ടു ജനറൽ കൺക്ലൂഷൻസ്. ഓപ്ഷൻ ബി, ഗസ്സിംഗ് ആൻസേഴ്സ് randomly. Option C, moving from general principles to specific conclusions. Option D, ignoring evidence. ഇവിടെ ഡിഡക്റ്റീവ് റീസണിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. മൂവിംഗ് ഫ്രം ജനറൽ പ്രിൻസിപ്പിൾസ് ടു സ്പെസിഫിക് കൺക്ലൂഷൻസ്. ഓപ്ഷൻ എ ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടില്ലല്ലോ. യെസ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. Select the correct expansion of ECCE. ECCയുടെ ഫുൾ ഫോം കറക്റ്റ് എക്സ്പാൻഷൻ എന്താണ്? ഓപ്ഷൻ എ, എവറി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ബി, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. സി, എവറി ചൈൽഡ്ഹുഡ് കൗൺസിലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. ഡി, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എംപവർമെന്റ്. എവറി ചൈൽഡ്ഹുഡ് അല്ല, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. 32ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഷോർട്ട് ടേം മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ്. ഷോർട്ട് ടേം മെമ്മറി വേറെ ഏത് പേരിലും കൂടെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, ഇംപ്ലിസിറ്റ് മെമ്മറി. ബി, വർക്കിംഗ് മെമ്മറി. സി, എപ്പിസോഡിക് മെമ്മറി. ഡി, പ്രൊസീജിയറൽ മെമ്മറി. എന്താണ്? വർക്കിംഗ് മെമ്മറി. കറന്റ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, കുറച്ച് നേരത്തേക്കാണെങ്കിലും. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വർക്കിംഗ് മെമ്മറി. ബാക്കിയുള്ളതൊക്കെ തന്നെയും എന്താണ്? ലോങ് ടേം മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. സെലക്ട് ദ പേഴ്സൺ ഹു സജസ്റ്റഡ് ദ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറി ആരാണ് കൊണ്ടുവന്നത്? ഓപ്ഷൻ എ, എറിക്സൺ. ഓപ്ഷൻ ബി, ഒസുബെൽ. ഓപ്ഷൻ സി, പിയാഷെ. ഓപ്ഷൻ ഡി, പാവ്ലോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, പിയാഷെ. ക്വസ്റ്റ്യൻ നമ്പർ 35. അറ്റൻഷൻ റെഫേഴ്സ് ടു. എന്താണ് അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, സ്റ്റോറിംഗ് ഇൻഫർമേഷൻ പെർമനന്റ്ലി. ബി, സെലക്ടിംഗ് ആൻഡ് ഫോക്കസിംഗ് ഓൺ സ്പെസിഫിക് സ്റ്റിമുലി. ഓപ്ഷൻ സി, ഫോർഗെറ്റിംഗ് ഇറലവന്റ് ഇൻഫർമേഷൻ. ഡി, ഇമാജിനിങ് ഫ്യൂച്ചർ ഈവൻസ്. ഇതിലേതാണ് അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സെലക്ടിംഗ് ആൻഡ് ഫോക്കസിംഗ് ഓൺ സ്പെസിഫിക് സ്റ്റിമുലി. ക്വസ്റ്റ്യൻ നമ്പർ 36. സെലക്ട് ദ ടൈപ്പ് ഓഫ് അറ്റൻഷൻ റിക്വയർഡ് ഫോർ പെർഫോമിംഗ് 2 ടാസ്ക് സൈമുൾട്ടേനിയസ്ലി. 2 ടാസ്കുകൾ സൈമുൾട്ടേനിയസ്ലി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള അറ്റൻഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഓപ്ഷൻ എ, സെലക്റ്റീവ് അറ്റൻഷൻ. ബി, ഡിവൈഡഡ് അറ്റൻഷൻ. ഓപ്ഷൻ സി, ഫോക്കസ്ഡ് അറ്റൻഷൻ. ഡി, പാസീവ് അറ്റൻഷൻ. ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? സോറി, ഡിവൈഡഡ് അറ്റൻഷൻ അല്ലെ. ഒരേ സമയം 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റൻഷനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിവൈഡഡ് അറ്റൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. ദ കപ്പാസിറ്റി ഓഫ് ഷോർട്ട് ടേം മെമ്മറി ഈസ് അപ്രോക്സിമേറ്റ്ലി. ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? ഓപ്ഷൻ എ, അൺലിമിറ്റഡ്. ബി, 2 + or - 1 item. സി, 7 + or - 2 items. ഡി, 20 + or - 5 items. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇട്ടതായിരിക്കും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് 7 എണ്ണത്തിൽ 2 എണ്ണം കൂടുതലോ 2 എണ്ണം കുറവോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയാൻ പറ്റുന്നത്. ചിലപ്പോൾ 5 എണ്ണം ആയിരിക്കാം നമുക്ക് ഓർക്കാൻ പറ്റുന്നത്, ചിലപ്പോൾ 9 ആയിരിക്കും. 7 + or - 2 എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഒരു ക്ലാസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ആർ അസോസിയേറ്റഡ് വിത്ത്. ദ ടേം അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ആർ അസോസിയേറ്റഡ് വിത്ത്. അസിമിലേഷനും അക്കോമഡേഷനും എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഓപ്ഷൻ എ,
ലേണിംഗ്, ബി ആറ്റിറ്റ്യൂഡ്, സി ഇൻട്രസ്റ്റ്, ഡി മോട്ടിവേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ. അവിടെ ലേണിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അസിമുലേഷനും അക്കോമഡേഷനും. 39ാമത്തെ ക്വസ്റ്റ്യൻ, കിൻഡർ ഗാർട്ടൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ. കിൻഡർ ഗാർട്ടൻ സിസ്റ്റം ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ മോണ്ടിസോറി, ഓപ്ഷൻ ബി കാതറിൻ ബ്രിഡ്ജസ്, സി സ്പെൻസർ, ഡി ഫ്രോബൽ. ഇവിടെ എന്താണ് ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? KGF, കിൻഡർ ഗാർട്ടൻ മെത്തേഡ്, ഫ്രോബൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിസബിലിറ്റീസ് ആർ ലിസ്റ്റഡ് ഇൻ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016? 2016 റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടില് എത്ര ഡിസബിലിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻ എ 5, ബി 11, സി 15, ഡി 21. എത്ര എണ്ണമാണ്? 21 അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. PWD ആക്ട് അനുസരിച്ച് 7ഉം RPWD ആക്ട് അനുസരിച്ച് 21 ഡിസബിലിറ്റീസും ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് കേട്ടിട്ട് കാറ്റഗറിയുടെ 3യുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന 40 ചോദ്യങ്ങൾ. ഈ 40 ചോദ്യങ്ങൾ കണ്ണു അടച്ച് നമുക്ക് എന്ത് ചെയ്യാം? 40 എണ്ണം കറക്റ്റ് ചെയ്യാം. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള, ഒട്ടും ടഫ് ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി അധികം വൈകാതെ നമ്മുടെ ജനറൽ കാറ്ററ്റിനുള്ള എക്സാമിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പ്രിപ്പറേഷൻ ചെയ്യുന്നവരെന്ത് ചെയ്യുക? ഒന്നും കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇനിയും തുടങ്ങാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസിൽ കേട്ടിട്ട് വേണ്ടിയുള്ള ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ കൃത്യമായിട്ട് രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.